പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ ദിവ്യ കുർബാനയിൽ ഈശോ ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന സമയം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കനായിൽ എന്നതുപോലെ തൻ്റെ മാധ്യസ്ഥം തുടർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സമയമാണ്. നമ്മൾക്ക് കുറച്ച് ജീവിതത്തിൽ പല വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളും അനുഭവങ്ങളുണ്ടാകും. എന്ത് നമുക്ക് അച്ഛനെപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളത് എങ്ങനെയാണ് അതിൽ നിന്ന് ആ വിഷയത്തിൽ നമ്മൾ എന്തുമാത്രം അത് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഗ്രേസ്ഫുള്ളാകണത്, അതാണൊരു വിഷയം. ഇപ്പോൾ നമുക്ക് അച്ഛൻ എപ്പോഴും നിങ്ങൾ പറയാറുള്ളതാണ്, 2 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കും. എന്താണ് കിട്ടുന്നത്? ഒന്ന് കൃപ, രണ്ടാമത്തത് അനുഗ്രഹം. 2 കാര്യങ്ങൾ അല്ലേ? 2 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത്? എന്തുകൊണ്ടാണ് 2 കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയാൻ കാരണം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാലും കുരിശിൻ്റെ വഴി നടത്തിയാലും ഉരുളി നേർച്ച നടത്തിയാലും വി ആർ ഗോയിങ് ടു ഗെറ്റ് എ സിംഗിൾ ഗ്രേസ്. എന്താണത്? നമുക്ക് 1 കൊറിന്ത്യൻസ് അച്ഛൻ ഇടക്ക് പറയുന്ന വചനങ്ങളാണ്. 1 കൊറിന്ത്യൻസ് 1:24. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പം 2 കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. എന്ത് കിട്ടും? ഒന്ന് ജ്ഞാനം കിട്ടും, രണ്ടാമത്തെ എന്ത് കിട്ടും? ശക്തി. നിങ്ങളെപ്പോഴും ചോദിക്കുന്ന റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിന് അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീടില്ല, അത് വീട് ആണ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. വീടല്ല കിട്ടുന്നത്, നമ്മൾക്ക് കിട്ടുന്നത് വീടല്ല. ഇപ്പം നമ്മുടെ കോശങ്ങൾക്ക് നമുക്ക് എന്താണ് നമ്മൾ കഴിക്കണത്? എന്താണ്? കപ്പ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു. എന്നിട്ട് ചപ്പാത്തിയായിട്ടാണോ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കണത്? അല്ല, അത് മിനറൽസായിട്ടായിരിക്കണത്. അത് മിനറൽസാണ്. ഈ ചപ്പാത്തിയിലുള്ള ഗോതമ്പിലുള്ള പ്രോട്ടീൻ മെറ്റാബോളിസം സംഭവിച്ച് അത് ദഹനപ്രക്രിയ പച്ചന പ്രക്രിയയിലൂടെ അത് അതിൻ്റെ ഓക്സിജൻ ഉൾപ്പെടെ ഉള്ളത് ഡൈവേർട്ടാക്കി എടുക്കും. ഓക്സിജൻ പോലും അതിൽ നിന്ന് കിട്ടും നമുക്ക്. പച്ചവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറയണത്, എന്നാ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല, ജ്യൂസോ പാലോ കുടിച്ചോ, പക്ഷേ പച്ചവെള്ളം കുടിക്കുമെന്ന് പറയും. അത് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബോഡിക്ക് ആവശ്യമായ മെറ്റാബോളിസം നടക്കണമെങ്കിൽ പോലും കോശങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൽ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഒരു മൗത്ത് പീസൊക്കെ വെച്ച് ശ്വസിക്കുകയാണ് ഓക്സിജൻ. അല്ല, നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമ്മൾ ശ്വസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിക്കണത് ചിലപ്പോൾ കുടിക്കണത് നമുക്ക് പച്ചവെള്ളമായിരിക്കും കുടിക്കണത്, പക്ഷെ അതിൽ നിന്ന് കിട്ടണത് ഓക്സിജനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണ വീടല്ല, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളല്ല. ശരിക്കും പറയും ദൈവത്തിൽ നമുക്ക് അത് കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വചനങ്ങൾക്കും ഇപ്പം യോഹന്നാൻ 1:14 എന്താ പറയണത്? യോഹന്നാൻ 1:14 എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അല്ലേ? ഒന്ന് പറഞ്ഞേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വചനത്തിന് എപ്പോഴും കൺവേർഷൻ, മെറ്റാബോളിസം സംഭവിക്കും, കൺവേർഷൻ ഉണ്ടാവും. എന്താണ്? വചനത്തിന് സ്പിരിറ്റിനെ മെറ്റീരിയലാകാൻ പറ്റും. സ്പിരിറ്റിന് മെറ്റീരിയലായിട്ട് അതിൻ്റെ മെറ്റീരിയൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് കിട്ടുക എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് വീടായിട്ട് ദൈവം ഇങ്ങനെ കെട്ടിയിറക്കി തരികയില്ല. ആകാശത്തുനിന്ന്
ഒരു വീട് കെട്ടിറക്കി തരികയല്ല. നമുക്ക് ലഭിക്കണ എന്താണ് അതിൻ്റെ ആ ദൈവം നമുക്ക് തരണത്? ഒന്നെങ്കിൽ ദൈവത്തിന് 2 കാര്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഇപ്പം 1 കൊരിന്ത്യസ് 1:24 എന്താ നമ്മൾ കണ്ടത്? യേശുക്രിസ്തു എന്താ, ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പോൾ 2 ഫാക്കൽറ്റിയിൽ 2 റിസൾട്ടാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ദൈവത്തിൽ നിന്ന്. എന്താ കാര്യം? ദൈവത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൽ എന്തുണ്ട്? 2 കാര്യങ്ങൾ ദൈവത്തിലുണ്ട്. ദൈവത്തിൽ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ ശക്തിയുണ്ട്. എന്താ സംഭവിച്ചാൽ ഒരേ സമയം തന്നെ ജ്ഞാനമെന്ന് പറയണത് എന്താണ്? ഈ നമ്മളെ തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ കൂട്ടി മടത്തരം കാണിച്ചതല്ല ദൈവികമായ കാര്യങ്ങളോട്, മറിച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇഫക്റ്റ് ചെയ്യണ സമർപ്പണത്തിലാണ്. വിശ്വാസം ഉണ്ടായാലും നിങ്ങൾക്ക് സമർപ്പണമില്ലെങ്കിൽ ഒരു കഥയുമില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? മലക്കന്മാരുടെ ഭാഷ സംസാരിക്കാം, സ്നേഹമില്ലെങ്കിൽ ശൂന്യമാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് സമർപ്പണമെന്ന് പറയണത്. കാര്യം സമർപ്പണത്തിന് സ്നേഹം വേണം. സമർപ്പണം വെച്ചാൽ ഒരു സ്നേഹം തിയറട്ടിക്കലായിട്ട് നമുക്ക് സ്നേഹം ഉണ്ടാകാം. പക്ഷേ പ്രാക്ടിക്കൽ ലവ് എന്ന് പറഞ്ഞത് സമർപ്പണമാണ്. അത് നിങ്ങളത് കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകും. എല്ലാവർക്കും എല്ലാവരോടും എല്ലാത്തിനോടും എല്ലാം നമുക്ക് ഇപ്പോൾ പ്രപഞ്ചത്തിനോടും പരിശുദ്ധിയോടും ബന്ധുക്കളോടും സ്വന്തപ്പെട്ടവരോടും എല്ലാം നമുക്ക് സ്നേഹം ഉണ്ടാകാം. പല സ്നേഹങ്ങളും തിയറട്ടിക്കലാണ്. പരിസ്ഥിതിയോട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അടിച്ചു കൊല്ലും. ദാറ്റ് മീൻസ് അതായത് ദിസ് ഇസ് വെരി സിമ്പിൾ. ദാറ്റ് മീൻസ് നമുക്ക് പരിസ്ഥിതിയോട് സ്നേഹമാണെന്ന് പറയുന്നു, പക്ഷേ ഒരു പാറ്റ, ഇപ്പോൾ സായിപ്പിനൊക്കെ പാറ്റ എന്ന് പറഞ്ഞാൽ അവർ 4 കാലം വീണ് ഓടും. ഭയങ്കര പരിസ്ഥിതിയും ജീവജാലങ്ങളോടൊക്കെ റവണസൊക്കെ പറയുമെങ്കിലും ഒരു പല്ലിയെ കണ്ടാൽ അവൻ അപ്പം തന്നെ സൈക്കോയായി മാറും സായിപ്പ്. അതാണ് സംഭവം. അപ്പം അവിടെ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് തിയറട്ടിക്കലി ഓക്കെ സ്നേഹമാണ്, പക്ഷേ വെൻ കം ടു ദി പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ഫെയിലിയറായി പോകും. നമ്മൾ പല്ലിയെ കൊല്ലും, പാറ്റയെ കൊല്ലും, പാമ്പിനെ കൊല്ലും എല്ലാം. അപ്പം നമ്മൾ ഉടനെ സൈക്കോയായി മാറും. ഇത് ഈ വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹം ആണെങ്കിലും സമർപ്പണത്തിലാണ് ആ വിഷയം ഇരിക്കണമെന്നുള്ളത്. ഇത് അമ്മയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടണതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പാഠം പഠിച്ചിട്ടില്ല, സത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്താ കാര്യം? അമ്മയെന്ന് പറയുന്ന ആ ഒരു സംഭവം പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല. അവർ കണ്ടിരുന്നെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഇങ്ങനെ വരത്തില്ല. കാര്യം ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലേഖനങ്ങൾ പൗലോസിൻ്റെ ആണ്. വിശുദ്ധ പൗലോസിൻ്റെ കൊണ്ടാണ് സഭ ആത്മീയ സ്പിരിച്വാലിറ്റി ഓഫ് ദി ചേർച്ച് അത് പ്രൊമോട്ട് അത് രൂപപ്പെട്ട് വരുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും പഠനങ്ങൾ നടക്കുന്നതും എല്ലാം പൗലോസിൻ്റെ ആണ്, പൗലോസും യോഹന്നാനും. പക്ഷേ എപ്പോഴും പൗലോസ് പരിശുദ്ധ അമ്മയെ കൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർത്തു പോകും. എന്താ കാര്യം വെച്ചാൽ ഈ സമർപ്പണം എന്നുള്ള സംഭവം സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇവിടെ വെളിപ്പെടുത്തിയത് ആരാണ്? അമ്മയാണ്. അത് ജ്ഞാനമാണ്. നമ്മളെപ്പോഴും ലുത്തീനിയായി പറയും മേരി സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയും. എന്താണ് പറയുന്ന ആളിനും അറിയാൻ പാടില്ല, എഴുതിയ ആളിനും അറിയാൻ പാടില്ല. വാട്ട് ഇസ് ദാറ്റ്? സീറ്റ് ഓഫ് വിസ്ഡം. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ ബോധജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും. എന്ത് പറയും? മലാഖയിലൂടെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ളത് ജ്ഞാനമാണ്. ഈ കൊടുത്ത പോയിൻ്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കണത്? ലോകത്ത് എങ്ങനെയാണ് വചനം മാംസമാകണത്? എങ്ങനെയാണ് സ്പിരിറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണത്? അത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിന് മറിയം കൊടുക്കുന്ന ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പൊ എന്തോ ഒരു പ്രവർത്തനമുണ്ട് അവിടെ, അല്ലേ? ഈ പ്രവർത്തനമാണ് വീടായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് മക്കളില്ലാത്തവർക്ക് മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലിയായിട്ട് മാറണത്. ഈ പ്രവർത്തനമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനമായിട്ട് മാറുന്നത്. പക്ഷെ നമുക്ക് കിട്ടണ സമാധാനമല്ല, നമുക്ക് കിട്ടണത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ്. പിടിയോ? അപ്പം ദൈവത്തിൽ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത് ആദ്യം അറിയണം. നിങ്ങൾ ഓർക്കരുത് വീട് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടണ വ്യക്തിക്ക്? ശക്തിയാണ് കിട്ടുന്നത്. അതാണ്. അതായത് 1 കൊരിന്ത്യസിൻ്റെ നമ്മൾ കണ്ട 1:24 എന്താണ്? യേശുക്രിസ്തു ആരാണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിലുള്ള എന്താണുള്ളത്, പിതാവ് ദൈവത്തിൽ എന്താണുള്ളത്, പുത്രനായ ദൈവത്തിൽ എന്താണുള്ളത്, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ എന്താണുള്ളത്, അവർ സത്തയിൽ ഏകമാണ്. സത്തയിൽ ഏകമാണ്, ഒരേ സത്തയാണ്. അപ്പോൾ പുത്രനിലുള്ള സത്ത തന്നെയാണ് പിതാവായ ദൈവത്തിലുള്ളത്. പിതാവായ ദൈവത്തിലുള്ള സത്ത തന്നെയാണ് പരിശുദ്ധാത്മാവിലുള്ളത്. ഇത് രണ്ടും ഇൻഫിനിറ്റ് ആയത് കാരണം 3 ഇൻഫിനിറ്റ് ഉണ്ടാകത്തില്ല, ഒറ്റ ഇൻഫിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന തിരുത്വം പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലളിതമായ ഒരു പ്രതീകം അല്ലെങ്കിൽ ഉദാഹരണം ഞാൻ പറയാം. അത് ഐസ് കട്ട പോലെയാണ്. കാരണം എന്താ? ഐസ് കട്ട ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഐസ് കെട്ടുന്ന മുകളിലോട്ട് കുറേ ആവി പോകും, കുറേ വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴും, കയ്യിലൊരു ഐസ് കട്ട ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ഈ പറന്നു പോണ ആവി എന്താണ്? അത് H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ്. താഴേക്ക് വീണ വെള്ളം എന്താണ്? അതും H2O ആണ്. കയ്യിരിക്കുന്ന കട്ട എന്താണ്? അതും H2O ആണ്. സത്തയിൽ ഏകമാണ്, പക്ഷേ 3 ആൾ ദൈവത്തിനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിതാവിലുള്ളത്. എന്താണ്? ജ്ഞാനമാണ്. എന്തിൻ്റെ ജ്ഞാനം? തിയറിയാണ്, സിദ്ധാന്തം. ഈ ഗോളങ്ങളെയൊക്കെ ഉണ്ടാക്കിയ തിയറിയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ തിയറിയാണ്, ഒരു സൈഗോട്ട് വളർന്ന് കുട്ടിയായി മാറാനുള്ള തിയറിയാണ്. ദൈവത്തിൽ അനന്തമായ ജ്ഞാനമാണുള്ളത്, അനന്തമായ ജ്ഞാനം. ഈ അനന്തമായ ജ്ഞാനവും പിന്നെന്താ ഉള്ളത്? ഈ അനന്തമായ ജ്ഞാനം ഫലത്തിൽ വരുന്നത്, മാംസമാകണത് എപ്പോഴും എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടാണ്. അതിനാണ് എൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ശക്തിയും ദൈവത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്നുവാണ് ഉടമ്പടി പറയണത്. ഉടമ്പടി എന്താ നമ്മളോട് പറയണത്? അതായത് ദൈവം ഒരേ സമയം തന്നെ ജ്ഞാനമാണ്, അതേസമയം ശക്തിയാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ ശക്തി എതിലേക്കാണ് വരണത്? മനുഷ്യനിലേക്കാണ് വരണത്, അവൻ്റെ ജീവിതത്തിലോട്ട്. അത് എങ്ങനെ എളുപ്പത്തിൽ വരാം? ഇപ്പോൾ ഒരു കറണ്ടാണ്, നമ്മൾ പ്ലഗിൽ കുത്തുന്നു. ഒരു കമ്പ് കൊണ്ട്, ഒരു മരക്കമ്പ് കൊണ്ട് കുത്തിയാൽ നമുക്കറിയാം അതിന് എന്തുമാത്രം ചാലകശക്തി ഉണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇതുകൊണ്ട്, സാധാരണ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊണ്ട് അതിൽ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു. ഇനി ഒരു ചെമ്പ് കമ്പി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ, മരിയൻ എന്ന് പറയണത്, ഉടമ്പടി എന്ന് പറയണത് മാക്സിമം പ്രസരണ നഷ്ടമില്ലാത്ത, സമയമെടുക്കാതെ എങ്ങനെ ഈ ജ്ഞാനവും ശക്തിയും നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെരിയൻ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് ശരിക്കും. അതായത് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഇതിൻ്റെ പ്രിൻസിപ്പിളും അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. എന്താണ് ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ, എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടല്ലോ, എല്ലാ വിഷയങ്ങളും വന്ന് ദുർഘട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്ങനെ സംഭവിക്കും? അപ്പോഴും ദൈവം പറയും. എന്താണ് പറയണത്?
ദൈവം പറയണത് അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്നാണ് പറയണത്. അപ്പോൾ അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറിയത്തോട് പറയണില്ല. നിങ്ങളത് മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും 1:34 ചോദിക്കുമ്പോൾ 1:35 പറയും അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയും. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്താൽ പ്രവർത്തിക്കും, എളുപ്പം പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിക്കണം എന്തുമാത്രം സമയമെടുക്കും, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം എന്ന് മറിയത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറിയം പറഞ്ഞു എന്താണ്, ഇതെങ്ങനെ പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഈ അത്യുന്ന ശക്തി പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, വചനത്തെ മാംസമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മറിയത്തിന് ആത്മജ്ഞാനം കൊടുത്തു. ഇതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാണ് ജ്ഞാനം. തിയറി, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് കൊടുത്തു. ആദ്യം അതിൻ്റെ തിയററ്റിക്കൽ പേപ്പർ കൊടുക്കും. എന്താ കൊടുക്കണത്? മറിയത്തിന് വെളിപ്പെട്ടിരിക്കണത് എന്താണ്? അങ്ങനെ നിനക്ക് അത്യുന്നതൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നീ സമർപ്പിക്കണം. അപ്പോൾ അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് മറിയത്തിന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ജ്ഞാനം. മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതാണ്. എന്താണ്? ഇങ്ങനെ അത്യുന്നതൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിതയാകണം. പിടിയിട്ടില്ലേ? അതാണ് ഈ സ്നേഹത്തെക്കാൾ വലുത് സമർപ്പണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇപ്പം കന്യാസ്ത്രീ മേഖലയിലും അഭിഷേക മേഖലയിലും സമർപ്പിത മേഖലയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്താ കാര്യം? ഈ സമർപ്പണമാണ് പ്രോബ്ലം, വേറെ ഒന്നുമല്ല. ഇവർ അന്ന് സമർപ്പിച്ചിട്ടില്ല, ഇന്ന് സമർപ്പിച്ചിട്ടില്ല. എന്താണെന്നുള്ളത് ആകപ്പാടെ അവർക്കറിയാവുന്നവർ അവർ സ്ത്രീയാണെന്നുള്ളത് മാത്രമേ അവർക്കറിയാൻ പാടുള്ളൂ. വെറും സ്ത്രീയാണ് താനെന്ന് അറിയണ ആൾക്കാരാണ് ആ സ്ത്രീത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ സഭയിലുണ്ടാക്കുന്നത്. വേറെ സ്ത്രീയല്ലല്ലോ. അമ്മയും ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ എന്തു ചെയ്യും? ഇന്നിപ്പോഴേ വിശുദ്ധ സെബസ്ത്യാനോസ് കൂടെ ഇറങ്ങിയിരിക്കുന്ന സമയമാണ് ഇല്ലേ? ഞാൻ എപ്പോഴും ഓർക്കുകയും സെബസ്ത്യാനോസിൻ്റെ രക്തം എങ്ങനെയാണ് വിശുദ്ധ രക്തമായെന്ന്. സാധാരണ രക്തമാണ് നമ്മുടെ ഉള്ളതെല്ലാം, പക്ഷേ അത് വിശുദ്ധ രക്തമായി മാറണത് ഈ വിശ്വാസത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്യുമ്പോഴാണ്. നമ്മുടെ പുരുഷത്വം അഭിഷേക പുരുഷത്വമായി മാറണത് എങ്ങനെയാണ്? കമ്മിറ്റ്മെൻറ്റാണ്. അത് അമ്മയ്ക്ക് ദൈവം നൽകിയ വെളിപാടാണ്. ഇതാണ് മേരി, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ സമർപ്പിതയാകണം. എന്താ പറയണം? നീ സമർപ്പിതയാകണം. പക്ഷെ സമർപ്പിതയാകണമെങ്കിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പം നമ്മൾ കുർബാനക്കൊക്കെ ഇരിക്കുമ്പോൾ പണ്ടൊക്കെ ഞാൻ ചിരിക്കുമായിരുന്നു. എന്താണെന്നറിയാമോ? നമ്മൾ ഓരോ പള്ളിയിൽ ഓരോ കൊയറുണ്ടാകുമല്ല. അപ്പോൾ തന്നെ ഇങ്ങനെ കാസ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാസ എടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവർ പാടുന്നു, അതാ സമർപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാടും. എന്താണ്? എന്നെ സമർപ്പിക്കുന്നു, സർവ്വവും സമർപ്പിക്കുന്നു. ഇതെല്ലാം കള്ളത്തരവാണെന്ന് നമുക്കപ്പോഴറിയാം. ഈ ഒരു സമർപ്പണവും ഇല്ല, ആരെയും സമർപ്പിക്കണില്ല, ഒന്നും സമർപ്പിക്കണില്ലെന്നും അറിയാം. ഇനി എങ്ങാനും മരിപ്പ് കുർബാനക്കാണ് ഇവർ സമർപ്പിക്കുന്ന പാട്ട് പാടണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്തില്ലെങ്കിൽ അവരാരാണെന്ന് നമ്മളറിയും. അപ്പം ഇതൊക്കെ എല്ലാ അഭ്യാസങ്ങളാണ് ശരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത്, അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞത് ഞാൻ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അത് ചങ്കക്കൊണ്ട് പറഞ്ഞതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? നമ്മുടെ സബ്ജക്റ്റ് ദൈവം ബേസിക്കായിട്ട് സത്തയിൽ അവൻ 1 കൊറിന്തോസ് 1:24 അനുസരിച്ചുകൊണ്ട് ജ്ഞാനവും ശക്തിയുമാണ്. എന്ന് വെച്ചാൽ ജ്ഞാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പിളാണ്. പിന്നെ എന്ത്? ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സിദ്ധാന്തമാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രയോഗമാണ്. ഈ പ്രയോഗം എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണമെന്നുള്ളത് അമ്മയോട് ആരും പറഞ്ഞില്ല. ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, മേരി ഇത് പ്രയോഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ സമർപ്പിക്കണം. ഇങ്ങനെ നമ്മൾ സമർപ്പിച്ചോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ ഇൻസിഡൻറ്റിലൂടെ ദൈവം എന്താണ് ചോദിക്കണത്? സമർപ്പിച്ചോ എന്നാ ചോദിക്കണത്.
ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 2 സാക്ഷ്യമുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. ഒരു ആഴ്ചയിൽ എങ്ങനെ ആയാലും 10, 300, 400 സാക്ഷ്യങ്ങളുണ്ടാവും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് 1-2 നമ്മൾ എല്ലാ ദിവസവും ഇടും. പക്ഷേ ഈ ദിവസങ്ങളിൽ കിടക്കുന്ന സാക്ഷ്യം 2 ഏതാണ്ട് ഒരേ വിഷയമാണ്. അതായത് ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ, ഈ തലയൊക്കെ വലുതായി, അതുപോലെ കണ്ണൊക്കെ ചിറങ്ങി, മന്ദബുദ്ധിയായിട്ട്, പറയണതും കേൾക്കത്തില്ല, നമ്മളൊന്നും പറയത്തുമില്ല, ഭാഷ അറിയാൻ പാടില്ല, നടക്കത്തുമില്ല. ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു ഭയങ്കരമായ ഒരു സങ്കടം പിടിച്ച ജന്മമാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഴ്ച ഈ സാക്ഷ്യം 2 ഈ ഡൗൺ സിൻഡ്രോമിൻ്റെ സാക്ഷ്യം അടുത്തടുത്ത ദിവസങ്ങൾ വന്നപ്പോഴേ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ട്. നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ടത്. അതിൽ ഒരു സാക്ഷ്യം എന്ന് പറയണത് നിഷാന്ത് പാൽവയൽ, കണ്ണൂരാണ്. നിഷാന്ത് പാൽവയൽ, കണ്ണൂർ. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് എന്നാണൊരു വീട് വെക്കാൻ പറ്റണത്? ഒരിക്കലും വെക്കാൻ പറ്റത്തില്ല. ഈ ഓട്ടോ ഓടിച്ച് ഞാൻ എന്ന് വീട്, ഏത് കാലത്ത് വീട് വെക്കാനാ? ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാനിവിടെ ഒന്ന് ഉടമ്പടി ചെയ്തപ്പോൾ 1 വർഷം കൊണ്ട് അമ്മ എനിക്ക് വീട് തന്നു. പക്ഷേ വീട് വെച്ച സ്ഥലത്ത് വഴിയില്ലാഞ്ഞ് 3 മാസം കൊണ്ട് അതിലേക്ക് പഞ്ചായത്ത് സിമൻറ്റ് റോഡിട്ട് തന്നു. അപ്പം ഞാനോർക്കണം, ദൈവമേ, ഈ ഉടമ്പടി നമ്മുടെ ജീവിതത്തെ, ദൈവമേ അങ്ങയുടെ അരൂപി അയക്കുക, പൂമുഖം നവീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് ബൈബിളിൽ. ദൈവമേ അങ്ങയുടെ അരൂപി അയക്കുക, പൂമുഖം നവീകരിക്കപ്പെടട്ടെ. അപ്പോൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഉടമ്പടിക്ക് സംഭവിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം അങ്ങോട്ട് മാറുകയാണ്, സെറ്റിൽ, അതായത് നേരെ സെറ്റ്. അതാണ് അവൻ ചോദിക്കുന്നത്. അവൻ കരഞ്ഞു പോണവരെ പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അതുകൊണ്ട് ഏത് കാലത്തും ഞാൻ വീട് വെക്കാനാണ്. അതുകൊണ്ട് ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ അത് സുന്ദരമായിട്ട് ചെയ്തെന്ന്. അതായത് ഒന്നേകാൽ കൊല്ലം കൊണ്ട് ചെയ്ത്. പക്ഷേ അത് അയാളുടെ സാക്ഷ്യം. പക്ഷേ എനിക്ക് തോന്നിയതേ അതിൽ വേറെ ഒരു സംഭവം അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഇയാൾ മലമുകളിലാണ് താമസിക്കുന്നത്. അയാൾക്ക് ഡൗൺ സിൻഡ്രോം ബാധിച്ച ഈ മന്ദബുദ്ധിയായ, ബ്രെയിൻ വളർച്ചയില്ലാത്ത, നടന്ന് പോകാത്തൊരു കൊച്ചുണ്ട്. ഈ പാവപ്പെട്ടവൻ ഈ മലമുകളിൽ നിന്ന് ഈ നടക്കാത്ത കുഞ്ഞിനെ ഈ തോളെ വെച്ചുകൊണ്ടാണ് മലയടിവാരത്തേക്ക് നടന്ന് വന്ന് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കണത്. ഭയങ്കരമാണ് ശരിക്കും പറഞ്ഞാൽ. കാര്യം എന്താണ്? അപ്പോൾ അവനെന്നും അവൻ്റെ മനസ്സിൽ ഓർക്കും, ഈ കുഞ്ഞിനെയും ചുവന്നുകൊണ്ട് മലയിറങ്ങി വരുമ്പോൾ അവൻ ഓർക്കണത് എന്താണെന്ന് വെച്ചാൽ, മലയടിവാരത്തായിരുന്നൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടാതെ ജീവിക്കാമായിരുന്നു, കുഞ്ഞിനെ ചുവന്നുകൊണ്ട് വരേണ്ട കാര്യമില്ല, എനിക്ക് സ്കൂളിൽ കൊണ്ട് ആക്കാമായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ നിങ്ങൾ നോക്കണം. ഓരോ മനുഷ്യൻ്റെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകൾ. അപ്പോൾ അപ്പോഴേ അവൻ തന്നെ ചിന്തിച്ചു, എനിക്ക് ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് ഏത് കാലത്ത് സ്ഥലം മേടിച്ച് വീട് വെക്കാനാണ്. പക്ഷേ ഇതെല്ലാം പെട്ടെന്നാണ് നടക്കണത്. ഉടമ്പടി ചെയ്തു കൊടുത്തത് സ്കൂളുകാർ തന്നെ, താഴ്വാരത്തെ സ്കൂളുകാർ ഇവനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു വീട് വെച്ച് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്ഥലം വേണമെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ചേട്ടൻ ഇതറിഞ്ഞ ഒരു ചേട്ടായി തന്നെ ഒരു 5 സെൻറ്റ് സ്ഥലം അവന് കൊടുക്കും. ഇതെല്ലാം ഉടമ്പടിക്ക് ശേഷം നടക്കുന്ന സംഭവമാണ്. ഉടമ്പടി ഒരു മനുഷ്യൻ്റെ ജീവിതം ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മനുഷ്യൻ ഇന്നും ജീവിക്കണത്. നമുക്ക് വേണ്ടി എല്ലാമാണ് അമ്മ ചോദിച്ചത്, അതായത് ഇത് എങ്ങനെയാണ്, ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ വീട് വെക്കും, ഇതെങ്ങനെ സംഭവിക്കും, അതാണ് ചോദ്യം. ഓട്ടോ ഓടിച്ച് ഞാൻ എങ്ങനെ? പക്ഷേ ആ കണ്ണൂരിൽ നിന്ന് അവൻ അതുകൊണ്ട് ഇല്ലാത്ത കാശുണ്ടാക്കി അമ്മയെ കാണാൻ വേണ്ടി വന്നു, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഇതെങ്ങനെയാണ് സംഭവിക്കണം എന്നുള്ളത് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്, അവൻ്റെ കുഞ്ഞ് നടക്കാൻ തുടങ്ങി ഇപ്പം. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷ്യം നിങ്ങളവിടെ നോക്കണം, നല്ലൊരു സാക്ഷ്യമാണ്, പെട്ടെന്ന് നോക്കിക്കളയരുത്. ഇതിലെല്ലാം ദൈവം എന്തുമാത്രം കാരുണ്യം കാണിച്ചിട്ട് നമുക്ക് മനസ്സിലാകും. അവൻ്റെ കുഞ്ഞിപ്പം നടക്കാൻ തുടങ്ങി.
അവൻ്റെ വീട് താഴേക്ക് കൊണ്ടുവന്ന് അവൻ സ്ഥലം വാങ്ങിച്ചു കൊടുത്തു, വീട് കൊടുത്തു, അവൻ കുഞ്ഞിനെ നടത്തി. അപ്പം ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നതേ, ഈ നിഷാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ടായി. എന്ത് ഘട്ടമാണുള്ളത്? ഒന്ന് കൃപയുടെ ഘട്ടം, രണ്ടാമത്തത് അനുഗ്രഹത്തിൻ്റെ ഘട്ടം. ജനങ്ങൾ ഇപ്പം നിഷാന്തിൻ്റെ ജീവിതത്തിൽ 2 ഘട്ടമുണ്ട്. ഒന്നെന്താണ്? ഒന്ന് കൃപയുടെ ഘട്ടം. അതായത് ഏതാണ്? ദൈവത്തിൻ്റെ ശക്തി ഇവനിലേക്ക് വരുന്ന. ഇപ്പം കുഞ്ഞിനെ കൊണ്ട് ചുമന്നുകൊണ്ട് വരികയാണ്. ഇപ്പം ചുമന്നുകൊണ്ട് വരുമ്പോൾ അവൻ വേറെ എന്താ ചിന്തിക്കണത്? ഈ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് മലമുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എൻ്റെ ദൈവം എനിക്കൊരു സന്ധിപ്പ് തരും. കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗം കൊണ്ട് നടക്കത്തില്ല. നടക്കാത്ത കാര്യങ്ങൾ പരിശുദ്ധ അമ്മയാണ് നടത്തുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് അമ്മ മകനോട് പറയണത് അമ്മയുടെ റോളാണ് നമ്മുടെ ഇല്ലായ്മയൊക്കെ പരിഹരിക്കണത് എന്ന് അവനോട് ഉടമ്പടിയെക്കുറിച്ച് ആരോ പോയി ക്ലാസ് എടുത്ത്. അങ്ങനെയാണ് ഈ മലമുകളിൽ നിന്ന് നിഷാന്ത് വരാൻ കാര്യം. കാരണം ഉടമ്പടിയുടെ സുവിശേഷ പ്രവർത്തകർ ലോകം മുഴുവൻ ഇപ്പം നിറഞ്ഞ് ഓരോരുത്തരുടെ ഇയർ ടു ഇയർ മൗത്ത് ഇവാഞ്ചലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം എന്നറിയോ? ജനം അനുഭവിച്ചവർ പറയും, പറഞ്ഞവർ വിശ്വാസമുള്ളവർ അത് പറഞ്ഞവർ പറഞ്ഞു കേട്ടെന്ന് കാര്യമില്ല. നമ്മൾക്ക് ഇപ്പോൾ സമർപ്പണമായാലും പറഞ്ഞത് കേൾക്കണമായാലും വാഗ്ദാനം പ്രാപിക്കണതായാലും നമുക്കെന്നാ വേണം? വിശ്വാസം വേണം, ഒരു മിനിമം. അതാണ് 4:16 ഒരു വചനമുണ്ട്, റോമ 4:16. അതിനാൽ ഏറ്റുപറഞ്ഞ് വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് പ്രശ്നം. ഒന്നുകൂടി പറഞ്ഞേ, അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ. വെറുതെ കൈയും വീശി നടക്കുന്നവർക്ക് വാഗ്ദാനമില്ല. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ഉള്ളിൽ ദാനം വെച്ച് നൽകും ദൈവം. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദാനമുണ്ട്. ഇപ്പം എന്തൊരു മനുഷ്യർ വചനം വായിക്കുന്നു, യുക്തിവാദികളും വചനത്തെ വിമർശിക്കാൻ വേണ്ടി ബുദ്ധിയും ബോധവും ഇല്ലാതെ കർത്താവിൻ്റെ വചനത്തെ അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാതെ വചനം വായിക്കുന്നത് പാപമാണ്. കാര്യത്തിൽ അങ്ങനെ വായിക്കാൻ വേണ്ടി എഴുതിയതല്ല ഇത്. ഒരു ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി, നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് വചനം എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റോമ 1:16 സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ശക്തി വിട്ടൊരു കളിയില്ല വചനം. കാര്യം രക്ഷ പോലും നമുക്ക് ലഭിക്കുന്നത് ശക്തിയാണ്. പക്ഷേ ഇത് വിശ്വാസമില്ലാത്തവൻ ഇത് വായിച്ച ആ ശക്തി ഫീൽ ചെയ്യത്തില്ല. അവൻ സാധാരണ വായിക്കണ പോലെ വായിക്കും. അതാണ് വിഷയം. എന്താ കാര്യം? വിശ്വാസം നൽകപ്പെടുന്നത്, വാഗ്ദാനം നൽകപ്പെടുന്നത് റോമ 4:16 എന്താ പറയണത്? വാഗ്ദാനം നൽകപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഗ്ദാനം നൽകപ്പെടുന്നത്. പക്ഷേ വാഗ്ദാനം നൽകണത് തിയറിയാണ്, ജ്ഞാനമാണത്. വാഗ്ദാനം നൽകണതും വാഗ്ദാനം പ്രാപിക്കണതും 2 കേസാണ്. എത്രയോ 10,000-കണക്കല്ലേ വാഗ്ദാനം നൽകിയിരിക്കണത്. പക്ഷെ പ്രാപിക്കണത് എത്ര പേരാ? വാഗ്ദാനം പ്രാപിക്കണത് എങ്ങനെയാണ്? അത് അമ്മ പറഞ്ഞതുപോലെയാണ്. അത്യുന്നതിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് ലൂക്ക 1:35 പറയുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും ഇത് വാഗ്ദാനമാണെന്ന്. പക്ഷെ വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിക്കണത്? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിക്കുമ്പോഴാണ് വാഗ്ദാനം പ്രാപിക്കുന്നത്. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോഴെപ്പോഴും സംഭവിക്കുന്നത് നമ്മൾക്ക് വാഗ്ദാനം നൽകാം. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷേ വാഗ്ദാനം നൽകുന്നതും
വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കേസാണ്. വിശ്വാസമുള്ള എല്ലാവർക്കും വാഗ്ദാനം നൽകാം. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? അടുത്ത ഘട്ടങ്ങളിലുള്ള സംഭവങ്ങളൊക്കെ വേണം. എന്താ വേണ്ടത്? വിശ്വാസം കൊണ്ട് നമുക്ക് വാഗ്ദാനം കിട്ടും. പക്ഷെ അത് പ്രാപിക്കണമെങ്കിലേ, അനുഭവയോഗ്യമാകണമെങ്കിലേ വേറെ രണ്ട് കാര്യം കൂടി വേണം. എന്താണത്? സ്നേഹം. അവിടെയാണ് സ്നേഹം വരണത്. പിന്നെ ഇതിൻ്റെ കാലദൈർഘ്യം വരെ കാത്തിരിക്കാനുള്ള യോഗ്യത, അങ്ങനെയാണ് പ്രത്യാശ വരണത്. കാരണം ദൈവം വാഗ്ദാനം തരുമ്പോൾ ആ ഒരു വാഗ്ദാനം പല പല ആവശ്യങ്ങൾക്കുള്ളതാണ്. അതിങ്ങനെ ഘട്ടമായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അവസാനത്തത് സംഭവിക്കണത് ചിലപ്പോൾ 40ാമത്തെ കൊല്ലത്തായിരിക്കും സംഭവിക്കണത്. അപ്പോൾ ഈ വാഗ്ദാനം പ്രാപിക്കുന്നതിന് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് എന്ത് വേണം? എന്താ വേണ്ടത്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങളുണ്ടാവും, വിശ്വാസാക്രമണങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ട് ആ പെട്ടെന്നുള്ള വാഗ്ദാനം പ്രാപിക്കുന്ന ആ ഒരു അതുകൊണ്ട് നമുക്ക് ലോങ് ടേണിൽ പ്രയോജനമില്ല. എന്താ കാര്യം? ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നു, യൂസ് ആൻഡ് ത്രോ ആയിട്ടത് പോകുന്നു. പക്ഷേ നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. നിത്യതയ്ക്ക് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ കാത്തിരുന്ന് പ്രാപിക്കണം. കാത്തിരുന്ന് വാഗ്ദാനം പ്രാപിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വിശ്വാസം മാത്രം പോരാ, അതിനെന്ത് വേണം? പ്രത്യാശ വേണം. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാര്യം എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. അപ്പം കാത്തിരിപ്പ് എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിന് വേണം. മനസ്സിലായില്ലേ? ഒരു കാര്യം പെട്ടെന്ന് നീ ഇപ്പം നിനക്ക് കല്യാണം കെട്ടണില്ല, അല്ലെങ്കിൽ കല്യാണം നിനക്ക് ഒക്കണില്ല, അല്ലെങ്കിൽ കടങ്ങൾ മാറണില്ല, അല്ലെങ്കിൽ നിനക്ക് വീട് വെക്കണില്ല, അങ്ങനെ നിൻ്റെ ജോലി ശരിയാകണില്ല, നിനക്ക് പെട്ടെന്ന് നിനക്ക് ഈ സാധനം സാധിച്ചാൽ നിനക്ക് ആ ജോലി മാത്രം കിട്ടും. അതുകൊണ്ട് കാശ് കിട്ടും. കാശ് കൊണ്ട് വീട് വെക്കാം, ഗ്യാസ് ഭക്ഷണം കഴിക്കാം. പിന്നെ ഈശോ പറഞ്ഞ പോലെ അത് മറപ്പുരെ വിസർജിക്കുന്നു, തീരുന്നു. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളിലൊക്കെ ഒരു കുഴപ്പം അതാ. എപ്പോഴും വരണതിൽ അനുഗ്രഹം ലാഗ് ചെയ്യണം. എന്താ കാര്യം? അവിടെ പ്രത്യാശയുടെ കാത്തിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് എന്ത് പറ്റും? അതോടുകൂടി നമ്മൾ കുറേ ആ വിഷയത്തിൽ സമർപ്പണം. ഈ സമർപ്പണം കൊണ്ട് മാതാപിതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞില്ലേ, അതാണ് സമർപ്പണം. അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാഹത്തിന് സംഭവിച്ച പോലെ ഒരു 10 കൊല്ലം കഴിഞ്ഞാണ് മറിയം പ്രഗ്നൻ്റ് ആകണമെങ്കിലും അതിന് വരെ മറിയം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. എത്ര കാലം താമസിച്ചാലും അപ്പാ ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയുകയാണ്. മറിയത്തിൻ്റെ സമർപ്പണത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടെന്നാണ് ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവചിക്കുന്നത്, വെളിപ്പെടുത്തുന്നത്. അപ്പാ എബ്രാഹത്തിനെ പോലെ അല്ല, നീ എബ്രാഹത്തിനും കുഞ്ഞുങ്ങളെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എബ്രാഹാം ആ കാലത്ത് പോയി അല്പം താമസിച്ചപ്പോൾ വീട്ടുവേലക്കാരത്തി പ്രാപിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഞാൻ കാണിക്കത്തില്ല. അപ്പൻ എത്ര കാലം താമസിച്ചാലും ഞാൻ ആ കാലമെല്ലാം കാത്തിരിക്കും. അതാണ് സമർപ്പണം എന്ന് പറയുന്നത്. അത് സ്നേഹത്തേക്കാൾ വലുതാണ് സംഭവം. മരിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കണമെങ്കിൽ യേശുവിനെ ദൈവത്തെ മക്കൾ സന്തോഷത്തോടെയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കേണ്ടത്. കർത്താവിൻ്റെ അരൂപി നിങ്ങളിലേക്ക് ഇറങ്ങി വസിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ കുടുംബം മുഴുവൻ ഇത് എവിടെ ഇരുന്ന് എല്ലാവരും ആരെല്ലാം എവിടെ നിന്ന് ധ്യാനം കൂടിയാലും ആ സമയത്തെല്ലാം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് നിറയും. കാര്യം ഇവിടെ ആൾത്താറ മുഴുവൻ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനങ്ങൾ കർത്താവ് തന്നെ ആത്മാവിൽ വ്യാഖ്യാനിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പോൾ ഈശോ? അതായത് നമുക്ക് വാഗ്ദാനം ലഭിക്കുന്നതും വാഗ്ദാനം പ്രാപിക്കുന്നതും രണ്ട് കാര്യമാണ്. വിശ്വാസമുള്ളവർക്ക് റോമ 4:16 അനുസരിച്ചുകൊണ്ട് വാഗ്ദാനം കിട്ടാം. പക്ഷേ വാഗ്ദാനം പ്രാപിക്കുക എന്ന് വെച്ചാൽ
ഓഫർ കിട്ടിയാൽ പോരല്ല, ജോലിക്കൊരു ഓഫർ കിട്ടിയാൽ പോരല്ല, ജോലി കിട്ടണ്ടേ, ജോലി കിട്ടി നമ്മളവിടെ താമസിച്ച് ശമ്പളം കൈ കിട്ടണ്ടേ, ഇത് വേറെ വിഷയമാണ്. ഒരു ഓഫർ കിട്ടണതും ആ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നതും വേറെ വിഷയമാണ്. രണ്ട് വിഷയമാണ്. അതുതന്നെയാണ് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാഗ്ദാനം കിട്ടും. പക്ഷെ വാഗ്ദാനം പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? 3-4 കാര്യങ്ങൾ വേണം. ഒന്ന്, സ്നേഹം വേണം. പിന്നെന്താണ്? പ്രത്യാശ വേണം. ഈ പ്രത്യാശയോടെയുള്ള സ്നേഹം, കർത്താവിൻ്റെ മനസ്സിലെ കാലതാമസം എന്തുമാത്രം ഉണ്ട്, ആ കാലതാമസത്തിൻ്റെ കാലങ്ങളിലെല്ലാം കർത്താവ് നിർവഹിക്കും. അതായത് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. അതായത് ഒരു കാരണവശാലും ഒരു ഫ്യൂട്ടൈലായിട്ടുള്ള ഒരു കാലവിളംബം ഒരിക്കലും ദൈവഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. അതായത് ഒരു പ്രയോജനമില്ലാത്ത ഫലരഹിതമായ ഒരു കാലദൈർഘ്യം ഉണ്ടാകത്തില്ല. നമ്മളുടെ പ്രശ്നം എന്ന് പറയണത് ഈ കാലദൈർഘ്യം നമ്മൾ ഈ ഭൗതിക ഫലത്തെ മാത്രം കണ്ണുനട്ടിരിക്കുമ്പോഴാണ് കാലദൈർഘ്യം, ദൈവം വരുത്തുന്ന കാലദൈർഘ്യത്തെക്കുറിച്ച് നമ്മൾ അന്ധന്മാരായി പോകുന്നത്. കർത്താവ് അന്ധന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ധന്മാർ, കാഴ്ച ഉള്ളവർ അന്ധന്മാരായി പോകും, അന്ധന്മാർക്ക് കാഴ്ച ഉണ്ടാകും. ക്രിസ്തു ഒരു മനുഷ്യൻ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രതി ചില ആൾക്കാർ, ഞങ്ങൾ കാണുന്നു എന്ന് പറയുന്ന ആൾക്കാർ പക്ഷെ ഒന്നും കാണുന്നില്ല, അന്ധന്മാരായി മാറും. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച പ്രാപിക്കാൻ പറ്റും. എന്താ കാര്യം? ദൈവം ഒരു കാര്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ അവർ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയ ജ്ഞാനമായി. ജ്ഞാനം, അതായത് എന്ത് ചെയ്യുന്നു എന്ന് പറയണത് എന്താണ്? അറിവ്. എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്ന് ചോദിക്കുമ്പോഴേ ആ എന്തിനു വേണ്ടി ചെയ്യുന്നുവെന്നുള്ള ജ്ഞാനം അതെന്താണ്? അത് യേശുക്രിസ്തു 1 കൊരിന്ത്യർ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ എന്താണ്? എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ജ്ഞാനം. നോഹൗ എന്ന് പറയുന്ന ജ്ഞാനം. എന്തിനു വേണ്ടിയാണ് ചെയ്യണത്, എന്താണ് താമസിക്കാൻ കാരണം. അല്ല ഈശോ 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 എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അനുഗ്രഹത്തിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വണ്ടിക്ക് കാത്തിരിക്കണ പോലെ അപ്പോൾ ഒരാൾ പറയണേ ആ വണ്ടി ഇന്ന് ഓടുന്നില്ലെന്ന് തോന്നുന്നു, പ്രൈവറ്റ് ബസ് ഇന്ന് അവർ രാവിലെ കണ്ടില്ല, അപ്പോൾ ഇനി വരത്തില്ലായിരിക്കും പറഞ്ഞാൽ അവരെ വീട്ടിൽ പോകും ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്ത വണ്ടി കയറി പോകും. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്ന ഒരു ആധ്യാത്മിക രംഗങ്ങളുണ്ടെങ്കിൽ പണിമേടിക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതാണ് നോക്കണത്. ഈ അടുത്ത വണ്ടിക്ക് കയറി പോകുന്നതാണ് നോക്കണത്. ശരിക്കും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? പലരും ദൈവത്തിനെ തന്നെ പ്രതീക്ഷിക്കുമോ? അത് ഇനി ദൈവത്തിനല്ലാത്ത മാർഗങ്ങളിലൂടെ വേറെ കിട്ടിയത്, നമുക്ക് ജോലി കിട്ടിയാലും മതി, സത്താൻ വർഷിപ്പായാലും ശരി, എന്നാ കുന്തമായാലും ശരി, ഇനി ദൈവത്തെ തള്ളിപ്പറയുന്ന വിഷയമായാലും ശരി, നമ്മൾ റെഡിയാണ്, നമുക്ക് ജോലി കിട്ടിയാൽ മതി, അടുത്ത വണ്ടിക്ക് തലവെക്കുക എന്നാണ് നോക്കണത്. അതൊരു വിഷയമാണ്. ലാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിങ്ങളുടെ, അല്ലെങ്കിൽ ലാഗ് ചെയ്യുമ്പോൾ, ഒരു വിഷയം ലാഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കഷ്ടത വർദ്ധിക്കുമ്പോൾ ദൈവം എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നിൻ്റെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. സങ്കീർത്തനം 119:75 ശ്രുതികടെ അനിയത്തി എൻ്റെ ചേട്ടനൊക്കെ കണ്ണുരുട്ടും. എന്താണ് ഇവിടുത്തെ മക്കളെ പോരാഞ്ഞിട്ടാണ് നീ വേറെ കണ്ടവൻ്റെ മക്കളെ ദത്തെടുക്കുന്നത്? അവരുടെ ഉദ്ദേശം എന്താണ്? ഇവർ മക്കളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്ത് അടിച്ച് മാറ്റാമെന്നായിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ചേട്ടന്മാരും അങ്ങനെ ഉദ്ദേശിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാത്തിനും ഉടങ്കൊല്ലി ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തില്ല. അനിയന് മക്കളില്ല, ചേട്ടന് മക്കളില്ലെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിപ്പോകത്തില്ല. എന്താ കാര്യം? ഈ വീട് വേറെ സഹോദരങ്ങൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ പെറ്റും, അവിടെ തന്നെ താമസിക്കും. എന്താ കാര്യം? എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അനിയന് പണ്ടാരക്കാലം ഒരു കാലത്തും കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവിടെ അതായത് കർത്താവിൻ്റെ വചനം നമ്മൾ ദുഷ്ടലാക്കോട് മനസ്സിൽ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം അനുസരിച്ചല്ല ജീവിക്കണമെങ്കിലേ. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചില സമയത്ത് നമ്മൾ അധ്വാനിച്ചിട്ട്
നമ്മളെ കൊണ്ട് അധ്വാനിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നിശാന്ത് പറഞ്ഞില്ലേ, എൻ്റെ അധ്വാനം കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നണില്ല, കർത്താവ് തന്നെ ഇടപെടണം. അതന്നെയല്ല അപ്പോസ്തലന്മാർ പറഞ്ഞത്. അപ്പോസ്തലന്മാരെന്താ പറഞ്ഞത്? കർത്താവ് രാത്രി മുഴുവനും പണിപ്പെട്ടിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാവുന്നു. അതാണ് സംഭവം. ലൂക്ക 1:5 എന്ന് പറഞ്ഞ ഉടമ്പടി വചനമാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഞങ്ങൾ ഉടമ്പടി ചെയ്യാം. വായിച്ചേ. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ദാറ്റ്സ് ഓക്കെ. അതല്ലേ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത എന്തെങ്കിലും അത്ഭുതങ്ങളുണ്ടാ? നീ പറഞ്ഞതനുസരിച്ച്. ഇപ്പം നിശാന്ത് എന്ന് പറയണത്, ഞാനൊരു ഓട്ടോറിക്ഷക്കാരനാണ്, എന്നെക്കൊണ്ട് ഒരു വീട് വെക്കാനോ സ്ഥലം മേടിക്കാനോ ഒന്നും പറ്റത്തില്ല, പക്ഷേ നീ പറഞ്ഞതനുസരിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും. അപ്പോഴെന്താണ്? അപ്പോൾ ഇല്ലാത്ത മീനെ അവൻ ഉണ്ടാക്കിത്തരും. രാത്രി മുഴുവനും പണിപ്പെട്ടിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ വീഞ്ഞിൻ്റെ കേസല്ല. അതായത് രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ് ഇത്. വീഞ്ഞിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്, മീനിൻ്റെതും വെള്ളത്തിൽ നടന്ന അത്ഭുതമാണ്. പക്ഷേ ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി എടുപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? രണ്ട് ഉടമ്പടി വചനങ്ങളാണ്, രണ്ടും വെള്ളത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. രണ്ടും അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ നീ പറഞ്ഞതനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ യോഹന്നാൻ 2:3 ഉടമ്പടി വചനമാണ്, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ലൂക്ക 5:5 ഉടമ്പടി വചനമാണ്, നീ പറഞ്ഞതനുസരിച്ച് ചെയ്യാം. ഇതെല്ലാം എന്ത് സംഭവിച്ചാൽ ഇത് രണ്ട് സംഭവവും തീർന്നു പോയ സംഭവമാണ്. ഒന്ന്, രാത്രി മുഴുവനും വേലയെടുത്തിട്ടും മീനില്ലെന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? മീനെ കടലിൽ ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. ഒരു മീനെങ്കിലും ആ കടലിൽ ഉണ്ടായിരുന്നെങ്കിൽ കർത്താവ് പറയണം, എടാ ഒരു മീനുണ്ടെന്ന് പറഞ്ഞേനോ. മീനില്ല. എന്താ കാര്യം? ഒരു മീനുണ്ടെന്ന് പറയാൻ കാര്യം എന്താണ്? പണ്ട് ഒരു ടാക്സ് കളക്ടർ യേശുവിൻ്റെ അടുത്ത് വന്ന് അപ്പോസ്തലന്മാരുടെ ഗണത്ത് കൊച്ചു സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഈശോ ചോദിച്ച് വാട്ട് ദ സ്പോക്ക്? അപ്പോൾ പത്രോസ് പറഞ്ഞ്, നികുതി കൊടുക്കുന്ന ആൾക്കാരാണ് വന്നിരിക്കണത്, നികുതി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേ ഈശോ ചോദിച്ച്, കൊള്ളാം, നല്ല പരിപാടിയായിപ്പോയി. ശമയോനെ, ആരാ നികുതി കൊടുക്കുന്നത്? മക്കളാണോ അതോ അടിമകളാണോ? അത് അടിമകളാണ്. പക്ഷേ നീയായിട്ട് അവർ ഉതപ്പുണ്ടാക്കേണ്ട, നീ കടലിൽ പോയി ചൂണ്ടയിടുക, അപ്പോൾ നിനക്കൊരു മീൻ കിട്ടും. അതിൻ്റെ വാ പൊളിച്ച് നോക്കുക, ഒരു സ്ഥാദ്യവും കാണും, ഒരു സ്വർണ്ണ നാണയം, അതെടുത്ത് എനിക്ക് നിനക്ക് വേണ്ടി കൊടുക്കുക. ദാറ്റ് മീൻസ് ഒരു മീൻ കടലിൽ കൂടി ഓടിയാൽ കർത്താവിന് അറിയാൻ പറ്റും. ഇപ്പം ശമയോൻ പറയണത്, ശമയോനേക്കാൾ ഈ വിഷയത്തിൽ കർത്താവാണ് നല്ലത്. ശമയോൻ 45 കൊല്ലം കടലിൽ പോയ ആളാണ്. ശമയോൻ പറഞ്ഞത് അനുഭവജ്ഞാനമാണ്. കർത്താവ് അതിനേക്കാളും ഫിഷ് ഫൈൻഡറുള്ള ആളാണ്. ഇപ്പോൾ എല്ലാ ബോട്ടിനും വള്ളത്തിലൊക്കെ ഫിഷ് ഫൈൻഡർ ഉണ്ടല്ലോ. ഞാനും കടലിൽ പോയിട്ടുണ്ട്, ഫിഷ് ഫൈൻഡറുള്ള ബോട്ടിൻ്റെ കൂടെ പോയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ ബോട്ട് വെഞ്ചരിക്കുമ്പോൾ അതിന് ഫിഷ് ഫൈൻഡർ ഇരിക്കണ കാണുമ്പോൾ അതൊരു റെഡാറാണ്. ആ റെഡാർ ഇരിക്കണ കാണുമ്പോൾ എനിക്കൊരു ദിവസം കൗതുകം തോന്നിയിട്ട് ഞാൻ കൊച്ചി ഹാർബറിൽ നിന്ന് കടലിൽ പടിഞ്ഞോട്ട് പോയി, ബോട്ടിൽ ഈ ബോട്ടിൽ തന്നെ പോയി. അപ്പോൾ എനിക്കറിയേണ്ടത് അയില, ആകോലി, ചമ്പൻ കുഞ്ഞ്, അതുപോലെ തന്നെ ചെമ്മീൻ പുലപ്പുകൾ വരണത് ഈ റെഡാറിൽ കാണാൻ പറ്റുമോ? അപ്പോഴെന്താണ്, ഞാൻ എന്നിട്ട് സ്രാങ്കിൻ്റെ കൂടെ ഫിഷ് ഫൈൻഡർ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് അറിയാമോ? അയിലേക്ക് ഇപ്പോൾ വരും, നമ്മൾ TV കാണുന്ന പോലെയും അതുപോലെ ജിയോഗ്രഫി ചാനൽ കാണുന്ന പോലെ കയ്യിലേക്ക് ഒരു ആപ്പിട്ട വരാൻ. പക്ഷേ സ്രാങ്ക് ബോട്ടടിക്കാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് മുഴുവൻ കിട്ടിയിരിക്കുന്നത് പൊടിമീനും കുറച്ച് ആകോലിയും കുറച്ച് അയിലക്കുഞ്ഞും കുറച്ച് എല്ലാം കൂടി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു, സ്രാങ്ക് ഇതൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. കണ്ടച്ചാ? എന്താ കണ്ടത്? ഒരു അരിത്താവൽ പോലെ ഒരു കുറേ കറുത്ത ഷെയ്ഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്രാങ്കിനറിയാം അത് റീഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്ത് മീനാണെന്ന് പോലും സ്രാങ്ക് പറയും. നമുക്ക് നോക്കുമ്പോൾ കുറച്ച് നിഴൽ പോണ പോലെ തോന്നത്തുള്ളൂ, കുഞ്ഞ് അരി ഇങ്ങനെ നീങ്ങണ പോലെ തോന്നത്തുള്ളൂ അതിൻ്റെ. പക്ഷേ അയാൾക്കറിയാം. ഫിഷ് ഫൈൻഡർ റഡാർ വെച്ച് ഒരു ഉപഗ്രഹം വെച്ചൊക്കെ ആൾക്കാർ ഇപ്പം മീൻ പിടിക്കുന്നുണ്ട്. ഉപഗ്രഹം നമുക്ക് പറഞ്ഞു തരും എവിടെയാണ് മീൻ നിൽക്കണത്, എവിടെയാണ് ചൊറക് നിൽക്കണത്, എവിടെയാണ് തിമിംഗലം നിൽക്കണമെന്ന്. പക്ഷേ ഇതൊന്നുമില്ലാഞ്ഞ കാലത്ത് കർത്താവ് പറഞ്ഞ് എന്താ പറഞ്ഞത്? ഒരു മീൻ നിനക്ക് കിട്ടും. അതിൻ്റെ വായിൽ പോലും കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്തൊരു സ്ഥാദ്യോൻ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞ്, ഒരു സ്വർണ്ണ നാണയം ഇരിപ്പുണ്ടെന്ന്. അതാണ് ഈശോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മനുഷ്യനോട് എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ചെയ്യാം. കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് ചെയ്യാമെന്നാണ് പറയണത്.
കുറേ കാലത്തേക്ക് നമുക്ക് നമ്മുടെ ജീവിതം അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഉടനെ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണ്? ഉടമ്പടിയാണ്. ജീവിതം ക്രമീകരിക്കണം. എങ്ങനെ? കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. അതിന് ഈ കാലത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. എന്താ കാര്യം? ഇത് മരിയൻ ഉടമ്പടിയാണ്. ആർക്കും വീട്ടിലിരുന്നുകൊണ്ട് അവൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാം. പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടി എന്താണ്? മരിയൻ ഉടമ്പടിയാണ്. എന്താണ്? അമ്മ 24 മണിക്കൂറും ഈ നീ എടുത്ത ഉടമ്പടിയുടെ കാവൽക്കാരിയാണ്. അത് നിറവേറണത് വരെ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ വിഷയം. അപ്പോൾ നമുക്ക് കോൺക്രീറ്റായിട്ട് അറിയാൻ പറ്റും അമ്മ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സംഭവം ഉണ്ടായി. അതും ഇതുപോലുള്ളൊരു കേസ് കെട്ടാണ്. ഒരു അലീന കുമ്പളേക്കാരത്തിയാണ്. അപ്പോൾ അവളുടെ കൊച്ചിന് ഇതുപോലെ അതേ അസുഖം, നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട സാക്ഷ്യം, ഡൗൺ സിൻഡ്രോം. അത് എന്നാ പ്രശ്നം വെച്ചാൽ അത് നിങ്ങൾ ആ വിഷയം അറിയണം. അതായത് രസകരമായൊരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം മാസമാണ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയണത് ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറയണത്. അതോടുകൂടി ഇവളുടെ ബോധം പോയി. നിങ്ങൾക്കറിയാമല്ല, ആദ്യമായിട്ട് പ്രസവിക്കാൻ പോകുന്ന ഒരു അമ്മ 5-ാം മാസത്തിൽ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോമാണെന്ന് പറഞ്ഞാൽ, അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ തന്നെ അബോർഷൻ ഭയങ്കര പാടാണ്. 5-ാം മാസത്തിൽ എങ്ങനെ അബോർട്ട് ചെയ്യും? പക്ഷേ ഇവളാണെങ്കിൽ ഒരു അടിച്ചുപോയ റിലേ പോയ ഒരാളായിപ്പോയി ഇത് കേട്ടോടുകൂടി. അപ്പോൾ ഇവളിവിടെ വന്ന് അവളുടെ അമ്മ പറഞ്ഞ് ഈ കൃപാസനത്തിൽ പോയി അമ്മയോട് പറയാൻ പറഞ്ഞു. അപ്പോൾ ആളിവിടെ വന്നിരുന്ന് നിലവിളിക്കാനും പറ്റണില്ല, പ്രാർത്ഥിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ ഈ വയറും വെച്ച് 5-ാം മാസത്തിൽ ഈ ഡൗൺ സിൻഡ്രോമുള്ള വയറും വെച്ച് അവളിവിടെ ഇരിക്കുകയാണ്. അവളുടെ അമ്മായിയമ്മയെ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അവരുടെ ഉടമ്പടിയുടെ ബലമാണെന്ന് അറിയാൻ പാടില്ല. എനിക്ക് ഗർഭിണികളെ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ദൈവകൃപ തോന്നും എനിക്ക്. അപ്പം അത് ഇപ്പോഴല്ലേ, പണ്ടിവിടെ ഗർഭിണികൾക്ക് മാത്രം പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദമ്പതി കൂട്ടായ്മയ്ക്ക് ഗർഭിണികൾക്ക് മാത്രം വരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. കാര്യം അത് വലിയൊരു ജോലിയാണല്ലോ. ദൈവത്തിന് വേണ്ടി ഒരു മാതാപിതാക്കന്മാർ ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭിണികളെ അക്കാര്യങ്ങളിലും അവരെ കുഞ്ഞിനെ വളർത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം. ഇപ്പോൾ ചില ആൾക്കാർ ചില സ്ത്രീകളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഈ പ്രസവ വാർഡൊക്കെ ചെല്ലുമ്പോൾ എന്നോട് പറയും, അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച് കിടക്കണം, അവൾ ഓർമ്മക്കുറവ് പറയണമെന്ന് പറയും. അപ്പോൾ പ്രസവ വാർഡിൽ ഞാൻ ചിലപ്പോൾ പോണത് വേറെ ആരെങ്കിലും എന്നെ വിളിച്ചിട്ടായിരിക്കും പോണത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ടിട്ട് വേറെ ആൾക്കാർ, അച്ഛാ എൻ്റെ മകൾ പ്രസവിച്ച അച്ഛാ ഈ വാർഡിൽ കിടപ്പുണ്ട്, ഓർമ്മക്കുറവ് പറയണമെന്നുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു, പട്ടായി പോയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ ശരീരം ലൂസായതുപോലെ മനസ്സും ലൂസാവും. ഇത് വലിയൊരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മുടെ ഗർഭിണികളെയൊക്കെ നമ്മൾ തോണ്ടുകയാണെങ്കിൽ ഒരു പാട് കാണത്തില്ലേ, അതിൻ്റെ ശരീരം ലൂസാകണതാണ്, ഇളമക്കുണ്ടെന്നൊക്കെ അമ്മാമ്മമാർ പറയും. പക്ഷെ അതുപോലെ മനസ്സും ഇളമക്കുള്ളൂ. അതാണ് ഈ അത് പ്രസവിച്ച് കഴിഞ്ഞിട്ടൊരു വട്ട് പറയണ കാര്യം. അതാണ് 3-4 ദിവസം എടുക്കും. ചില ആൾക്കാർ 10-40 ദിവസം എടുക്കും നേരെ ചൊവ്വേ ബോധം വരാൻ വേണ്ടി. പക്ഷേ ഒരു പ്രയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അപ്പം അങ്ങനെ ഒരു കണ്ടീഷനിൽ ഇവിടെ ഇരിക്കണം, ഇവിടെ പേടിച്ചിരിക്കുക. കാര്യം അവൾക്ക് കുഞ്ഞിനെ അവൾ കുഞ്ഞിനെ കളയാനും പറ്റത്തില്ല. കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവളെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് എന്ത് പറ്റിയ മോളെന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഇവളുടെ വയറ്റിൽ ഇങ്ങനെ കൈവെക്കും. കൈവച്ചൊരു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് എൻ്റെ കയ്യിരുന്ന സൈത്ത് അവളുടെ വയറെ കൈവച്ച് വിശ്വാസപ്രമാണം ചൊല്ലിച്ചും സൈത്ത് അവളുടെ കൈക്ക് തേച്ച് കൊടുക്കും, തള്ളവിരലേ. അത് ബാത്റൂമിൽ പോയി അവർ അടി വയറ്റി തേക്കണം, അതാണ് എൻ്റെ രീതി. അപ്പം ഞാൻ ഇത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളോട് പറഞ്ഞ്, മോളെ കർത്താവിന് ഞാൻ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ കുഞ്ഞിനെ കർത്താവ് നിനക്ക് തരുമെന്ന് പറഞ്ഞ് ഞാൻ അവളുടെ കവളിട്ടടിക്കും. അവൾ പറഞ്ഞത് ആ സാക്ഷ്യം കിടപ്പുണ്ട്, എലീനയുടെ സാക്ഷ്യം. അതായത് ആ അടിയോടുകൂടി അവൾക്ക് ബോധം വന്നെന്നാണ് പറയണത്. എന്താണ് അവൾ എവിടെ പോയി, എന്താണ് അവർക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് സങ്കടം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു. അവൾ ബോധം വന്നപ്പോൾ കേൾക്കണത് എന്താണ്? മാതാവ് ഈ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണം. തീർന്ന പ്രശ്നം.
മാതാവ് ഈ കുഞ്ഞിനെ ഈ 5-ാം മാസം അബോർട്ട് ചെയ്യണ കുഞ്ഞിനെ എനിക്ക് തന്നിരിക്കണേ. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം ഇത്രയും സ്പീഡാണ്. പക്ഷേ എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ 2 ഡൗൺ സിൻഡ്രോം കേസാണ്. അപ്പോൾ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല കൊച്ചിനെ. എന്തൊക്കെ പറഞ്ഞാൽ അബോർട്ട് ചെയ്ത് കളയേണ്ട കൊച്ചായിരുന്നത്, അതിനെ പ്രസവിച്ചിട്ടൊരു കുഴപ്പമില്ല ആ കൊച്ചിനില്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കണമെന്ന് പറയണത് എന്താണ്? അത് പറയണത് ഒരു വിശ്വാസത്തിലാണത് പറയണത്. വെറുതെ ഭംഗിവാക്ക് പറയുകയല്ല. ഇപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞ പോലെ പറയുകയല്ല, നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ പോഴം വർത്താനം പറയുകയല്ല. ഈ മാതാവ് ഈ കുഞ്ഞിനെ നിനക്ക് തന്നിരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എന്താ കാര്യം? എനിക്കുള്ളൊരു വിശ്വാസമുണ്ട്, എനിക്ക് ദൈവത്തോട് വിശ്വാസത്തെക്കാളൊരു ബന്ധമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ചരിത്രമുണ്ട്. വിശ്വാസ കാലങ്ങളിലെല്ലാം ഇപ്പം ദൈവം എന്നോടൊന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇപ്പോൾ രോഗമുണ്ടായെന്ന് വിചാരിച്ചോ, ഞാനൊരു സുവിശേഷ എവാഞ്ചലിസ്റ്റാണ് ഞാൻ. ബേസിക്കലി ദൈവം എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണം, ഈ രോഗത്തിന് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് സൗഖ്യമല്ലേ വേണ്ട, എനിക്ക് കൃപയാണ് വേണ്ടെന്ന് പറയും. എന്താ കാര്യം? എനിക്ക് കൃപ എന്താണെന്നറിയാം, എനിക്ക് കൃപ എന്താണെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ കുറേ നാൾ ചോദിച്ച് ചമ്മിയൊരു കേസ് കിട്ടാണിത്. അപ്പോൾ 1 കൊറിന്തോസിൻ്റെ 12:8 എന്താ പറയണത്? ഞാൻ 3 പ്രാവശ്യം ചോദിച്ചെന്നാണ് പറയണത്. 3 പ്രാവശ്യം ചോദിച്ചു, എന്താണ്? എൻ്റെ ഈ അൾസറെന്ന്, എൻ്റെ ഈ വയറിൻ്റെ പുണ്ണൊന്ന് മാറ്റിത്തരാൻ. അപ്പോൾ പൗലോസാണ് പറഞ്ഞ് നിനക്ക് സൗഖ്യം വേണം, കൃപ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പൗലോസിന് മനസ്സിലായി എന്താ ഉദ്ദേശിച്ചതെന്ന്. കാരണം കൃപ എന്ന് പറയുന്നത് ശക്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. സൗഖ്യം നമുക്ക് സൗഖ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ശക്തി കിട്ടിയാൽ മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് വ്യത്യാസം എന്ന് പറയണത്. ഒരു വ്യക്തിയെ ഇവാഞ്ചലിസ്റ്റായിട്ട് ഒരു സുവിശേഷ സാക്ഷിയാക്കി മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ചില സമയത്ത് ഈ ചില വിഷയങ്ങൾ ലാഗ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ചില വിഷയം താമസിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ ദൈവസ്നേഹത്തെ നിറക്കാനും നിങ്ങൾക്ക് വിശ്വസ്തത നിറക്കാനും നിങ്ങൾക്ക് ദൈവത്തെ സ്വന്തമായിട്ട് അനുഭവിക്കാനും അനുഭവിച്ച ദൈവത്തെ കൈമാറാനും വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണ്. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എൻ്റെ കാര്യം എപ്പോഴും നടന്നിട്ടില്ല എന്ന്. നമ്മൾ ഒരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? പ്രതിസാക്ഷ്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാര്യം അതേ വിഷയത്തിൽ ഉടമ്പടി ചെയ്ത വേറെ ആൾക്കാരുണ്ട്, അവർ കേൾക്കുമ്പോൾ അവർക്ക് നിരാശ. ദൈവമേ, എൻ്റെ കാര്യം മാത്രം മാതാവ് ചെയ്തില്ല, അവരുടെ കാര്യം നാട്ടിൽ കണ്ട എല്ലാ കാര്യവും ചെയ്തു. ഞാൻ മാതാവെന്നും പറഞ്ഞ് കുഞ്ഞുനാളിൽ പോലും നടന്നിട്ട് എൻ്റെ കാര്യം മാത്രം നടന്നിട്ടില്ല. ആ ശരിയാ. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുന്നു? എന്താ കാര്യം? എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നത് വരെ കഷ്ടപ്പാടുണ്ടാകുന്നു, കഷ്ടത നിലനിൽക്കുന്നു? അതാണ് ഞാൻ 119:75 സങ്കീർത്തനം പറഞ്ഞത്. എന്താ പറഞ്ഞിരിക്കണത്? അതായത് വിശ്വസ്തത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയെന്ന് ഞാൻ അറിയുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വചനത്തിലുണ്ടായിരുന്നാണിത്. എന്താ കാര്യം? ചില കഷ്ടപ്പാടുകളുടെ അടിസ്ഥാനം വിശ്വസ്തതയാണ്, അവിടെ വിശ്വാസമല്ല, വിശ്വസ്തതയാണ്. ഉടമ്പടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഉടമ്പടി എത്രയോ പേരെടുത്ത് എത്ര പേരിന്ന് വിശ്വസ്തയോടെ ജീവിക്കുന്നുണ്ട്. കാര്യം കണ്ടപ്പോൾ അവർ പോയി. പാലം കയറുവോളം നാരായണ, പാലം കയറിക്കഴിഞ്ഞ് കൂരായണ. പിന്നെ അവർക്ക് കുമ്പസാരമില്ല, കുർബാനയില്ല. ഇത് ദൈവത്തിന് പണ്ടേ അറിയാമായിരുന്നു. ഇത് ചുമ്മാ അഭ്യാസത്തിന് വരണതാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ പോലെ മണ്ണഞ്ചേരി വഴി മാമായില്ലെന്ന് പറയും. അതാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലർ കൃപാസനത്തെ ചവിട്ടുമ്പോൾ തന്നെ അമ്മ പറയും ഇത് പൊട്ടക്കേസാണ്. ഒരു സഹോദരി വന്നു. അപ്പോൾ അവർ വന്ന് വാച്ച്മാനോട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർ പോയി കഴിഞ്ഞ് ഞാൻ വാച്ച്മാനോട് ചോദിച്ചു എന്നാ അവർ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഉടമ്പടി എപ്പോൾ പോകാൻ പറ്റും? അപ്പോൾ വാച്ച്മാൻ നിങ്ങളെന്താ പറഞ്ഞു? ഇന്ന് ചൊവ്വാഴ്ചയാണ്, 10 മണി 9 മണിക്ക് ക്ലാസ്, ഉടമ്പടിക്ക് 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ അവരുടെ ഭർത്താവ് അകത്തോട്ട് കയറി വന്നു. അപ്പോൾ 12 മണിക്കേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് കയറി വന്നു. ഭർത്താവ് കയറുമെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയണമെന്ന്. ഇങ്ങനെ പോകണം, ഇവിടെ കൂടെ ഡംപ് ചെയ്തിട്ട് അവസാനം എന്ത് പറ്റി? 2 പേരും കൂടി പോയി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉടമ്പടി എടുക്കാതിരിക്കാനാണ് അവർക്ക് നല്ലത്. എന്താ കാര്യം എന്നറിയാവോ? അവരിത് എന്തോ ഒരു ചെറിയ പരിപാടിയാണെന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇരുട്ടുകൊണ്ട് ഊട്ടടക്കാം എന്നാ. പക്ഷേ അതല്ല പ്രശ്നം. ഇത് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ ദൈവം നമുക്ക് നൽകിയ ഒരു ദൈവിക സ്വർഗീയ പദ്ധതിയാണ്.
അതിവിടെ വന്ന് സ്വസ്ഥതയും സമാധാനത്തോടെയും എൻ്റെ ക്ലാസ്സുകൾ കേട്ടുവരുമ്പോൾ അത് അവർക്ക് കിട്ടുന്ന വീട്, വിവാഹം, കുഞ്ഞുങ്ങളെന്നല്ല പ്രശ്നം. അതിനേക്കാളുപരി നിത്യത വരെ ഉള്ള കൃപ ആർജിക്കാനുള്ള സുവിശേഷ സൂത്രങ്ങൾ എത്ര ടെക്നിക്കലായിട്ടാണ് അമ്മ ഓരോ ദിവസവും വെളിപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കണത്. ഇങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി യോഹന്നാൻ 6:45 എഴുതിയിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. കാര്യം മനുഷ്യന്മാർ പഠിപ്പിച്ചത് എന്തുമാത്രം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? മനുഷ്യന്മാർക്കൊരു പഠിപ്പിക്കലുണ്ട്. പക്ഷേ എത്ര പഠിപ്പിച്ചാലും നമുക്കറിയാം പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം എങ്ങനെയാണ് അവസാനം ഇവിടുന്ന് പിരിഞ്ഞു പോണത്. മനുഷ്യൻ്റെ പഠിപ്പിക്കലല്ല, മനുഷ്യൻ എന്താണ്? ദൈവത്തിൻ്റെ പഠിപ്പിക്കൽ. ജീവിതത്തിൽ നമുക്കെന്താ വേണ്ടത്? ഇതാണ് നമ്മൾ 1 കൊരിന്ത്യർ 1:24 കണ്ടത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ദൈവം പഠിപ്പിക്കുന്നത് എന്താണ്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവം പഠിപ്പിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നമുക്ക് പകർന്നു തന്നത്. അത് ആർക്ക് കൊടുത്തു? ദൈവം മറിയത്തിന് കൊടുത്തു. എന്താണ്? മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞപ്പോഴേ ആ പഠിപ്പിക്കൽ കൂടി പറഞ്ഞു കൊടുത്തു. എന്താണ്? മകളെ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫ്ലൈറ്റും പിടിച്ച് വരത്തില്ല, കുറച്ച് പരിപാടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വരുന്നതിന് വേണ്ടി എന്താ ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അവിടെ എന്താ പറയണത്? വചനം പോലെ നിറവേറട്ടെ. അത് ഉടമ്പടിയാണ്. ഉടമ്പടി വഴി മാത്രമേ പരിശുദ്ധാത്മാവ് വരത്തുള്ളൂ നമ്മുടെ ജീവിതത്തിലോട്ട്. ദൈവത്തിൻ്റെ ശക്തിയുടെ ഫലങ്ങളൊക്കെ വരും. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഉടമ്പടി ചെയ്യണം. എന്താ കാര്യം? രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചെയ്യാം. ലുക്ക 5:5 അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ അവൻ പറയണ പോലെ ചെയ്യുമേ. യോഹന്നാൻ 2:3 ഇപ്പം എന്താ പറയണത്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി, അത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്താണ്? അത് പറയാതെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മറിയത്തോട് പകർന്നു കൊടുത്തത് എന്താണ്? ഈ അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നീ കർത്താവിൻ്റെ ദാസിയാകണം. എങ്ങനെ നിനക്ക് കർത്താവിൻ്റെ ദാസി ആകാൻ പറ്റും? അവൻ പറയണ പോലെ ചെയ്യാം. അതാണ് അമ്മ മറിയം പറയണത് 1:38 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. എല്ലാം ഉടമ്പടിയാണ്. ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരു പ്രാർത്ഥന വെളിപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ അതിന് ബിബ്ലിക്കൽ തിയോളജി ഉണ്ട്, മരിയൻ തിയോളജി ഉണ്ട്, അതിന് എല്ലാ ന്യൂമാറ്റിക് തിയോളജി ഉണ്ട്, തിയോളജി ഓഫ് ഗ്രേസ് ഉണ്ട്. സമ്പൂർണ്ണ ദൈവശാസ്ത്രത്തിൻ്റെ സമഗ്രതയാണ് ഉടമ്പടിയിൽ ദൈവം നിറച്ചു വെച്ചിരിക്കുന്ന സ്വർഗീയ പദ്ധതി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് ഉടമ്പടിയുടെ വചനം അച്ഛൻ പറയണത്. ദൈവത്തെ റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തെ വളരാൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്തണത് എങ്ങനെയാണ്? ഇതാ കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ജീവിതം നിറവേറ്റിയാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളരാം. ഇതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹം. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന പൊട്ടപ്രാർത്ഥനയാകണമെന്ന് അറിയാമോ? പൊട്ടപ്രാർത്ഥന എന്ന് പറയുന്നത് വെല്ലിടി എന്നൊക്കെ പറയത്തില്ലേ, ഇരുട്ട് വേണം. അതുപോലെയൊക്കെ ചില പ്രാർത്ഥനകൾ പൊട്ടപ്രാർത്ഥന ഇരിക്കും, ഒന്നും ഉണ്ടാകത്തില്ല. പണ്ട് ചകിണയെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല, ഇപ്പം ഇല്ല. ഈ മണ്ടരി വന്നപ്പോൾ പിന്നെ ചകണ ഏതാണ് മണ്ടരി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായി. തെങ്ങിൽ ചില തേങ്ങ ഇങ്ങനെ ഒട്ടി ഉണങ്ങി ഇരിക്കും, അതിൻ്റെ അകത്ത് ഒന്നും ഉണ്ടാകത്തില്ല. ചകിണയെന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഇതുപോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് അതിനുള്ളത്. ഇതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥന ചകിണയിൽ പോവും. കാര്യം ചിരട്ടയും പോലും അതിൻ്റെ അകത്ത് ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ദൈവവചനം നിറവേറ്റാൻ വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ഒരു വ്യക്തി തയ്യാറാകുന്ന സമർപ്പണത്തിൻ്റെ കണ്ടൻ്റ് പ്രാർത്ഥനയിൽ വരണം. അപ്പോഴാണ് പ്രാർത്ഥന. ചില ആൾക്കാർ പറഞ്ഞാൽ വരണ്ട കാറ്റാണെന്ന് പറയും. അവിടെ വരണ്ട കാറ്റടച്ചാൽ തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കണമെന്ന് പറയും. ചില ആൾക്കാരുടെ പ്രാർത്ഥനയും വരണ്ട കാറ്റാണ്. എന്താണ്? അതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി ഒന്നുമില്ല. നമുക്ക് കാറ്റ് കൊള്ളുമ്പോൾ നമുക്കൊരു തണുപ്പ് തോന്നണ്ടേ?
നിങ്ങളുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊണ്ടിട്ട് ദൈവത്തിന് തണുക്കണില്ല. അതാണ് പ്രശ്നം. നമുക്കൊരു വരണ്ട കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? വരണ്ട കാറ്റ് അയ്യോ അത് അവിടെ ആ കാറ്റ് കൊണ്ട് തൊലിയൊക്കെ ഇങ്ങനെ പൊള്ളിപ്പിടിക്കും എന്ന് പറയും. നമ്മുടെ പ്രാർത്ഥനയുടെ കാറ്റ് കൊള്ളുമ്പോൾ ദൈവത്തിന് കുളിരണം, ഒരു കുളിരുമ്പോൾ തോന്നണം. എന്താ കാരണം? അതിൽ വിശ്വാസം ഉണ്ടാകണം, അതിൽ സ്നേഹമുണ്ടാകണം. പിന്നെ നീ തന്നില്ലേലും തന്നാലും നിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടണമെങ്കിലും ഞാനത് നിൻ്റെ നാമത്തെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഒരു സമർപ്പണം ഉണ്ടാകണം. ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. ഇപ്പോൾ ജപമാല വീട്ടിൽ ചെല്ലുന്നു, പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലുന്നു, ഇതെല്ലാം ചെല്ലുന്നതിന് നാക്ക് മാത്രം മതി. പ്രാർത്ഥന ചെല്ലുന്നതിന് വേറെ ഒന്നും വേണ്ടേ. നാക്ക് ഈ തെറി പറയണ നാക്ക് മാത്രം മതി, വേറെ ഒരു സാധനവും വേണ്ട. കാരണം നമ്മൾ ഈ നാക്ക് കൊണ്ട് തെറിയും പറയും, തോന്നിവാസവും പറയും, ചീത്ത വർത്തമാനവും പറയും, പലതരത്തിലുള്ള പരിപാടികളിൽ നാക്ക് കൊണ്ട് കാണിക്കും. പക്ഷേ ആ സാധനം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ നാക്ക് കൊണ്ട് പല പല പരിപാടികൾ കാണിക്കുന്ന നാക്ക് കൊണ്ട് പ്രാർത്ഥിക്കണ അതിനകത്തൊരു കാര്യമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറ്റണത്? പ്രാർത്ഥനയുടെ അകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ, പ്രാർത്ഥനയുടെ അകത്ത് ഒരു ഫിഡലിറ്റി വിശ്വസ്തത കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നും. അതെന്ത് കേസായാലും ശരി. ഉത്കണ്ഠയും നിരാശയൊക്കെ ഉണ്ടാകും. ഉത്കണ്ഠയുടെ സാഹചര്യമാണ്, ഉത്കണ്ഠ ഉണ്ടാകും. ഈശോയ്ക്ക് ഉണ്ടായിരുന്ന ഗെത്സെമനെ വെച്ച് ഉത്കണ്ഠ ഉണ്ടായില്ലേ? ഉത്കണ്ഠയുടെ സാഹചര്യം ആണെങ്കിൽ ഉത്കണ്ഠ ഉണ്ടാകും. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം അതല്ല. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന ഉത്കണ്ഠയ്ക്ക് ഒരു സാഹചര്യം ആ വീട്ടിലില്ല. പക്ഷേ പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. എന്താ കാര്യം? പ്രാർത്ഥിക്കണമെല്ലാം വരണ്ട കാറ്റാണ്. കാര്യം നിങ്ങളത് ചെയ്യണത് യാന്ത്രികമായിട്ടും കുടുംബ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചെയ്യേണ്ടതാണല്ലോ, പിള്ളേർക്ക് മാതൃകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു തട്ടപ്പടി പ്രോഗ്രാം അങ്ങോട്ട് നടത്തി ഒരു ഫങ്ഷൻ നടത്തി പോറ്റുകയും. കുടുംബ പ്രാർത്ഥനയല്ല, ഒരു ഫങ്ഷനാണ്. കാര്യം അത് വരണ്ട കാറ്റാണ്. എന്താ കാര്യം? അതിൽ ദൈവസ്നേഹം ഉണ്ടാകണം, അതിൽ വിശ്വസ്തത ഉണ്ടാകണം, സമർപ്പണം ഉണ്ടാകണം. വചനം കേട്ടാൽ കർത്താവിൻ്റെ വാക്കാണ് ഞാൻ കേൾക്കണമെന്ന് തോന്നണം. നിങ്ങൾക്ക് ആന്തരികമായൊരു സ്നേഹമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇന്നു മുതലേ എൻ്റെ കുടുംബ പ്രാർത്ഥനയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവേ, അത് കുളിർമയുള്ള ആ കാറ്റ് കൊണ്ടാൽ ദൈവത്തിന് പോലും ഉൾപ്പളകം ഉണ്ടാകുന്ന രീതിയിലെ ദൈവസ്നേഹം നിറയാൻ, വിശ്വാസം നിറയാൻ, പ്രത്യാശ നിറയാൻ, വിശ്വസ്തത നിറയാൻ, സമർപ്പണം നിറയാൻ എൻ്റെ പ്രാർത്ഥനകളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ,